വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം രാത്രിയിൽ നമുക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖത്തെ അഗാധമായിട്ട് സ്നേഹിക്കുവാൻ കഴിവ് കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 56-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇതൊരു തീരുമാനമാണ്. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇതേ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ, കിടക്കയിൽ നമ്മൾ കിടക്കുമ്പോൾ കണ്ണുകളടച്ച് നമ്മുടെ ശിരസിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ജപമാലയോട് ചേർത്തുള്ള കുരിശിൽ പിടിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പറയാം, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇതൊരു തീരുമാനമാണ്. ഇങ്ങനെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും എന്ന തീരുമാനത്തോടെ ഈശോയോട് പറയുമ്പോൾ ഇതുവരെയുള്ള ഞാൻ ആശ്രയിച്ചിരുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും, സ്വഭാവ ശൈലികളിൽ നിന്നും ഞാൻ പിൻവലിയണം എന്നുള്ള തീരുമാനം കൂടെ എടുക്കണം. സ്നേഹം നിറഞ്ഞവരെ, ഈശോയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാം. മറ്റൊന്നിലും നമ്മൾ ആശ്രയിക്കേണ്ട. ഒരു ഗാനത്തിന് ഈരോടുകൂടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിപൂർണമായി അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ. ഒരു വലിയ ആത്മീയ വളർച്ചയാണ്. പരിപൂർണമായിട്ടും എല്ലാ ഭയമുണ്ടാകുമ്പോഴും, കഷ്ടതകളുണ്ടാകുമ്പോഴും, പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും, സന്തോഷമുണ്ടാകുമ്പോഴും പരിപൂർണമായിട്ടും ഈശോയിൽ ആശ്രയിക്കുക എന്നുള്ളത് ഒരു വലിയ ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. അങ്ങനെ പരിപൂർണമായിട്ടും ആശ്രയിക്കാത്ത, ആ ഒരു വളർച്ച എത്താത്തവർക്ക് ഇടയ്ക്ക് വെച്ച് പണ്ട് ആശ്രയിച്ചിരുന്ന പാപജീവിത ശൈലികളിലേക്ക് അവൻ തിരികെ പോകും. അവിശ്വസ്തതയിലേക്ക് അവൻ തിരികെ പോകും. ലോകത്തിലേക്ക് അവൻ തിരികെ പോകും. അപ്പോൾ പരിപൂർണമായ ഒരു ആശ്രയ ബോധത്തിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മറ്റെല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഓരോരുത്തർക്കും വേണം.
അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവെ, പരിപൂർണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുവാൻ, ഞാൻ ഇതുവരെ ആശ്രയിച്ചിരുന്ന എൻ്റെ പാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, അതിൽ നിന്ന് ആശ്രയമുണ്ടായിരുന്നു, ആ ആശ്രയത്തിൽ നിന്ന് പിന്മാറുവാൻ, വ്യക്തികളിൽ നിന്ന് ആശ്രയമുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്മാറുവാൻ, പണത്തിൽ ആശ്രയമുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്മാറുവാൻ, ലോകത്തിൽ ആശ്രയമുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്മാറുവാൻ കൃപ തരണമേ. അങ്ങയിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,